ഇൻഫിനിക്സിൻ്റെ ഇൻഫിനിക്സ് എക്സ്പാഡ് 20 എന്ന പുതിയൊരു ടാബ്ലറ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ടാബിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഫിനിക്സ് എക്സ്പാഡ് 20 എന്നുള്ള ടാബിനെ പറ്റിയിട്ടാണ്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിൻറ്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഇൻഫിനിക്സ് എക്സ്പാഡ് 20ൽ 11 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആയിരിക്കും വരിക. ഇത് റെസൊല്യൂഷൻ വരിക 1200x1920 ആയിരിക്കും. ബേസിക് ആയിട്ടുള്ള ഒരു റെസൊല്യൂഷൻ ആയിരിക്കും ഈ ഒരു ടാബിൽ വരിക. പിന്നെ IPS LCD പാനലുമായിട്ടായിരിക്കും ഈ ഒരു ടാബ്ലറ്റ് വരിക. 90 Hz റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ 150 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും ഇതിൽ വരും. ബ്രൈറ്റ്നസ് വരിക 440 nits ആയിരിക്കും. പിന്നെ ഏകദേശം 83.7% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഈ ടാബിൽ വരുന്നതായിരിക്കും. അപ്പം ബേസിക് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആയിരിക്കും ഈ ഒരു ടാബിൽ വരിക. ടാബിൻ്റെ വെയിറ്റ് വരിക ഏകദേശം 498 ഗ്രാം ആയിരിക്കും. തിക്നെസ് വരിക 7.9 mm ആയിരിക്കും. പിന്നെ ഈ ഒരു ടാബിൽ കീബോർഡിൻ്റെ സപ്പോർട്ടും അതുപോലെ തന്നെ സ്റ്റൈലസ് പെൻ്റെ സപ്പോർട്ടൊക്കെ വരുന്നതായിരിക്കും. പക്ഷേ അത് നമ്മൾ സെപ്പറേറ്റ് മേടിക്കേണ്ടി വരും. ഈ ഒരു ടാബിൻ്റെ റേസിംഗ് റെഡ്, ഡ്രീമി പർപ്പിൾ, ഫോറസ്റ്റ് ഗ്രീൻ അതുപോലെ തന്നെ സ്റ്റെല്ലാർ ഗ്രേ എന്നീ കളർ വേരിയൻസ് ആയിരിക്കും ലോഞ്ച് ചെയ്യുക. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ MediaTekൻ്റെ Helio G88 എന്ന പ്രോസസ്സറായിരിക്കും ഇതിൽ വരിക. ഈ ഒരു പ്രോസസ്സർ എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണ്. അപ്പം ടാബിളിൻ്റെ കാര്യം വെച്ച് നോക്കുമ്പം ഒരു 10,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കാണെന്നുണ്ടെങ്കിൽ തരക്കേടില്ലാത്ത പ്രോസസ്സർ എന്ന് പറയാവുന്നതാണ്. 10,000 രൂപയ്ക്ക് താഴെ വരികയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യവും ആയിരിക്കും. പിന്നെ ഈ ഒരു ടാബിൽ ചിലപ്പം സിമ്മിൻ്റെ സപ്പോർട്ടൊക്കെ വരുന്നതായിരിക്കും. ഈ ഒരു ടാബിൻ്റെ ബേസ് വേരിയൻറ്റിൽ 4GB റാമും 128GB ഇൻറ്റേർണലും ആയിരിക്കും വരിക. 6GB റാമും 128GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും 8GB റാമും 128GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും 8GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും വരുന്നതായിരിക്കും. പിന്നെ LPDDR4Xൻ്റെ റാമായിരിക്കും ഇതിൽ വരിക. eMMC സ്റ്റോറേജ് ടൈപ്പേ വരുള്ളൂ. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ട് ഈ ടാബിൽ വരുന്നതായിരിക്കും. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ടാബിൽ വന്നേക്കാം. ചിലപ്പം 2 സ്പീക്കേഴ്സ് ആയിരിക്കും വരിക. 3.5 mm ഓഡിയോ ജാക്ക് ഈ ടാബിൽ വരുന്നതായിരിക്കും. പിന്നെ Android 15 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും ഇതിൽ വരിക. 2 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ഇതിൽ ലഭിക്കുന്നതായിരിക്കും. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടാബിൻ്റെ പിന്നിൽ സിംഗിൾ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും വരിക. ടാബിൻ്റെ പിന്നിൽ 8 MP ക്യാമറ സെൻസർ ആയിരിക്കും വരിക. പിന്നെ ഫ്രണ്ടിൽ 5 MP സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. ബേസിക് ആയിട്ടുള്ള ഒരു ക്യാമറ സെറ്റപ്പ് ആയിരിക്കും ഇതിൽ വരിക. പക്ഷേ ടാബ് എന്ന് പറയുന്നത് ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഡിവൈസ് അല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഓക്കെ ആണ് എന്ന് പറയാവുന്നതാണ്. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ 7000 mAh ബാറ്ററി ആയിരിക്കും വരിക. അപ്പം അത്ര മികച്ചൊരു ബാറ്ററി കപ്പാസിറ്റി വന്നോളണം എന്നില്ല ടാബാണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ. പിന്നെ ചാർജിങ് സ്പീഡിൻ്റെ കാര്യത്തിൽ 10 W ചാർജിങ് സ്പീഡ് ഇതിൽ വരാൻ ചാൻസ് ഉള്ളൂ. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്തോളണം എന്നില്ല. പിന്നെ Type-C ചാർജിങ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. ബേസിക് ആയിട്ടുള്ള ഒരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ വരാൻ സാധ്യതയുള്ളൂ. ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സ്പെക്റ്റേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടാബിൻ്റെ വില ഒരു 10,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് എത്തിയേക്കാം. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ഇൻഫിനിക്സിൻ്റെ ഇൻഫിനിക്സ് എക്സ്പാഡ് 20 എന്ന പുതിയൊരു ടാബ്ലറ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.